ശരി. അവൾ പറഞ്ഞത് കേട്ടതും അവൻ പറഞ്ഞുകൊണ്ട് കാറ് സ്റ്റാർട്ട് ചെയ്യാനായി തുടങ്ങിയതും അവൾ ചിരിച്ചുകൊണ്ട് അവന്റെ കവളിൽ അമർത്തി ചുംബിച്ചിരുന്നു. പെട്ടെന്ന് അവളുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു നീക്കം പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ അവൻ ഞെട്ടിപ്പോയി. പിന്നെ കവളിൽ കൈവച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. ഉം എന്താ? അവൾ കുസൃതി ചിരിയോടെ അവനെ നോക്കി പുരുകം പൊക്കിക്കൊണ്ട് ചോദിച്ചു. പെട്ടെന്ന് അവൻ അതിന് ഉത്തരം പറയാതെ അവളെ വലിച്ച് തന്റെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് അവളുടെ കഴുത്തിൽ പിടിച്ച് അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് അവളുടെ ചുണ്ടിലേക്ക് തന്റെ ചുണ്ടുകൾ ചേർത്തിരുന്നു. അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. പിന്നെ കൂമ്പിയടഞ്ഞു. അവൾ കൈകൾ അവന്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു. അവൾക്കൊന്ന് വേർപെടുത്താൻ ശ്രമിക്കുക പോലും ചെയ്യാൻ കഴിയാത്തവണ്ണം അവൻ അവളുടെ ചുണ്ടുകളെ നുണഞ്ഞിരുന്നു. അവളും പതിയെ അതിൽ ലയിച്ചുകൊണ്ട് അവന്റെ ചുംബനത്തെ ഏറ്റുവാങ്ങി. ഒടുവിൽ എപ്പോഴോ ശ്വാസം മുട്ടുന്നത് പോലെ അവന് തോന്നിയതും അവൻ അവളുടെ ചുണ്ടുകളെ വേർപെടുത്തി. അവൾ കിതയ്ക്കുകയായിരുന്നു. എന്തോന്നാ ചാച്ചാ ഇത്? ഞാനിപ്പോ ചത്തുപോയേനെ. അവൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് കപടദേഷ്യത്തോടെ അവനോട് പറഞ്ഞു. അത് കേട്ട് അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. ഫസ്റ്റ് കിസ്സല്ലായിരുന്നോ മോളെ? കുറച്ച് ആക്രാന്തം കൂടിപ്പോയി. അവൻ അവളുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ കപടദേഷ്യത്തോടെ അവനെ നോക്കി. ഇങ്ങനെ നോക്കാതെ പെണ്ണെ, കടിച്ചു പറിച്ചെടുക്കാൻ തോന്നുക എല്ലാം. അവൻ അവളെ അടിമുടി നോക്കിക്കൊണ്ട് പറഞ്ഞതും അവളുടെ മുഖം ചുവന്ന് തുടുത്ത് രക്തം തൊട്ടെടുക്കാൻ പാകത്തിനായി. പെണ്ണ് ബ്ലഷ് അടിക്കുവാണല്ലോ. നാണം വരുന്നുണ്ടോ എൻ്റെ പെണ്ണിന്? അവൻ കുറുമ്പോടെ അവളോട് ചോദിച്ചതും അവൾ നാണത്തോടെ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു. വൈകിട്ട് കുളിച്ചിറങ്ങിയതാണ് അശ്വിൻ. അവൻ തല തുവർത്തി ഇറങ്ങി വന്നപ്പോഴാണ് താൻ വായിച്ച ഡയറി ടേബിളിൻ്റെ പുറത്ത് ഇരിക്കുന്നത് കണ്ടത്. അവൻ അതെടുത്ത് രണ്ടാമത്തെ പേജ് വായിക്കാനായി തുടങ്ങി. പിറ്റേന്നൊരു ഫ്രഷേഴ്സ് ഡേ ആയിരുന്നു. സിദ്ധുവേട്ടൻ കോളേജിൽ കൊണ്ടാക്കിയിരുന്നു. ഞാൻ കോളേജിലേക്ക് കയറാനായി തുടങ്ങിയതും കണ്ടത് കോളേജിന്റെ ഫ്രണ്ടിൽ ഫ്രഷേഴ്സ് ഡേയുടെ ബാനർ കിട്ടുന്ന അശ്വിൻ ചേട്ടനെയാണ്. ഒരു മുണ്ടും റെഡ് കളർ ഷർട്ടുമായിരുന്നു വേഷം. അറിയാതെ നോക്കി നിന്നുപോയി ഞാൻ ആ മുഖത്തേക്ക്. ഹലോ. പെട്ടെന്നാണ് തൻ്റെ ഷോൾഡറിൽ തട്ടിക്കൊണ്ട് വിളിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ശബ്ദം കേട്ടത്. പെട്ടെന്ന് ഞാൻ തിരിഞ്ഞു നോക്കി. ഒരു സീനിയർ ചേച്ചിയായിരുന്നു. ആ ചേച്ചിയുടെ കൂടെ മറ്റ് 2 പേരും കൂടി ഉണ്ടായിരുന്നു. എന്താ കൊച്ചേ, നീ പഠിക്കാൻ തന്നെയല്ലേ കോളേജിലേക്ക് വരുന്നത്? പെട്ടെന്ന് ആ ചേച്ചി അങ്ങനെ ചോദിച്ചതും ഞാൻ സംശയത്തോടെ ആ ചേച്ചിയെ നോക്കി. ആ ചേച്ചി പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. എന്താ ഇങ്ങനെ നോക്കുന്നേ? ചോദിച്ചത് കേട്ടില്ലേ? ആ ചേച്ചി ദേഷ്യത്തോടെ വീണ്ടും എന്നോട് ചോദിച്ചു. പെട്ടെന്ന് ആ ചേച്ചി ദേഷ്യപ്പെട്ടതുപോലെ സംസാരിക്കുന്നത് കേട്ടതും എനിക്ക് സങ്കടം വന്നു. സിദ്ധുവേട്ടൻ പോലും എന്നോട് ഇന്നുവരെ ദേഷ്യപ്പെട്ടിട്ടില്ല. അതിനുള്ള അവസരം താനായിട്ട് ഉണ്ടാക്കിയിട്ടുമില്ല. എന്തിനാടി മോങ്ങുന്നേ? നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ആ ചേച്ചി ദേഷ്യപ്പെട്ട് വീണ്ടും എന്നോട് ചോദിച്ചു. ഞാനത് കേട്ട് ഞെട്ടി. ഇല്ല, ഞാൻ വിറച്ചുകൊണ്ട് പറഞ്ഞു. ഇത് എന്ത് ഡ്രസ്സാടി ഇട്ടിരിക്കുന്നേ? ഇത് കോളേജിലാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ആ ചേച്ചി വീണ്ടും എന്നോട് ദേഷ്യപ്പെട്ട് ചോദിച്ചു. ഞാനൊരു ഫ്രോക്കായിരുന്നു ഇട്ടിരുന്നത്. മുട്ടിനും കുറച്ച് താഴോട്ട് കിടപ്പുണ്ടായിരുന്നു. അടിയിൽ ആ ഫ്രോക്കിനോളമുള്ള പാൻറ്റും ഇട്ടിരുന്നു. അത് വൃത്തികേടായിട്ടൊന്നും ഇല്ലായിരുന്നു. അതിനേക്കാൾ ശരീരമൊക്കെ കാണിക്കുന്ന ഡ്രസ്സ് ഇടുന്ന കുട്ടികൾ ആ കോളേജിലുണ്ടായിരുന്നു. ആ ചേച്ചി ഡ്രസ്സ് വെച്ചിട്ടല്ല എന്നോട് ദേഷ്യപ്പെട്ടതെന്ന് എനിക്ക് മനസ്സിലായി. അത് എനിക്ക് ഏട്ടൻ വാങ്ങി തന്നതാ, ഇന്നിടാൻ വേണ്ടിയിട്ട്. ഞാൻ പേടിയോടെ അവരോട് മറുപടി പറഞ്ഞു. ഏത് ഏട്ടനായാലും വേട്ടനായാലും ഇനി മേലാ ഈ ഡ്രസ്സിൽ നീ കോളേജിലേക്ക് വരരുത്. ആ ചേച്ചി കൈ ചൂണ്ടി എന്നോട് ദേഷ്യത്തോട് പറഞ്ഞതും എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഡ്രസ്സ് ഇടരുതെന്ന് പറഞ്ഞതിലല്ലായിരുന്നു എനിക്ക് വിഷമം. എൻ്റെ ഏട്ടനെ കളിയാക്കുന്നത് പോലെ സംസാരിച്ചപ്പോൾ എനിക്ക് സഹിച്ചില്ല. അത്ര ജീവനാ എനിക്ക് എൻ്റെ ഏട്ടൻ. എൻ്റെ ലോകമായിരുന്നു എൻ്റെ ഏട്ടൻ. പിന്നെ ഒരു കാര്യം കൂടി, ആ ചേച്ചി എന്നോട് പറഞ്ഞതും ഞാൻ ഞെട്ടി ആ ചേച്ചിയെ നോക്കി. ദേ, നീ ഇപ്പോൾ നോക്കി നിന്നില്ലേ? അവൻ എൻ്റെയാ. ഇനി മേലാൽ നിന്റെ ഈ ഉണ്ട കണ്ണുകൾ അവൻ്റെ മേലിൽ പതിക്കരുത്. എന്തെങ്കിലും മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ നീ അതൊക്കെ മായ്ച്ചു കളഞ്ഞേക്ക്. വെറുതെ എൻ്റെ കൈകൾക്ക് പണിയുണ്ടാക്കരുത്. പറഞ്ഞത് മനസ്സിലായോ? ആ ചേച്ചി ദേഷ്യത്തോടെ എന്നോട് പറഞ്ഞതും ഞാൻ പേടിച്ചുപോയി. അപ്പോഴെനിക്ക് മനസ്സിലായത് എൻ്റെ ഊഹം ശരിയായിരുന്നുവെന്ന്. ഞാൻ ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നതിലല്ലായിരുന്നു. ഞാൻ അശ്വിൻ ചേട്ടനെ വായി നോക്കിയതിലായിരുന്നു ആ ചേച്ചിക്ക് ദേഷ്യം. ഞാൻ തലയാട്ടുന്നത് കണ്ട് ആ ചേച്ചിയൊന്ന് മൂളി. പിന്നെ കൂട്ടുകാരെയും വിളിച്ചുകൊണ്ട് പോയി. എനിക്ക് സങ്കടവും വിഷമവും ഒക്കെ വന്നു. ഞാൻ ആരെയും നോക്കാതെ ക്ലാസ്സിലേക്ക് പോയി. ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പ്രോഗ്രാമൊക്കെ. ഡാൻസും പാട്ടും ഗെയിംസും ഒക്കെ ഉണ്ടായിരുന്നു. സീനിയർ ചേച്ചിമാർ അല്ലെങ്കിൽ ചേട്ടന്മാർ വിളിക്കുന്ന ജൂനിയർ ആരാണെന്ന് വെച്ചാൽ അവർ ചെന്ന് അവർ പറയുന്നത് പോലെ ചെയ്യണം. ഏതായിരുന്നു അതിലൊരു ഗെയിം. എന്നെ രാവിലെ ഭീഷണിപ്പെടുത്തി ചേച്ചിയും കൂട്ടരും ഒക്കെ ആ ഗ്യാങ്ങിൽ തന്നെ ഉണ്ടായിരുന്നു. അത് കണ്ടതും എൻ്റെ മനസ്സിൽ പല ഭയങ്ങളും ഉടലെടുത്തിരുന്നു. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചു. ആ ചേച്ചി എന്നെ തന്നെ സ്റ്റേജിലേക്ക് വിളിച്ചു. ആദ്യം എന്നോട് പാട്ട് പാടാനായിരുന്നു പറഞ്ഞത്. എനിക്ക് പാടാൻ അറിയാവുന്നതുകൊണ്ട് തന്നെ കുറച്ച് ആശ്വാസമായി. ഞാൻ നാദാ നീ വരും എന്നുള്ള സോങ്ങായിരുന്നു പാടിയത്. ആ പാട്ട് പാടി നിർത്തിയതും ഞാൻ കണ്ടു എന്നെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആ കണ്ണുകളുടെ ഉടമയെ. അറിയാതെ ഞാനും ആ മിഴികളിലേക്ക് തന്നെ നോക്കി. ടീ. പെട്ടെന്ന് ആ ചേച്ചി എൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് പതിയെ വിളിച്ചു. ആ ചേച്ചിയുടെ വിളി കേട്ടാണ് ഞാൻ ഞെട്ടി കണ്ണുകളിൽ നിന്നും എൻ്റെ കണ്ണുകൾ പിൻവലിച്ചത്. അപ്പോഴേക്കും അടുത്ത ആളിനെ വിളിക്കാൻ സീനിയർ ചേട്ടനിൽ ഒരാൾ പറഞ്ഞിരുന്നു. ആ ചേച്ചി വിചാരിച്ചതുപോലെ സംഭവിക്കാഞ്ഞിട്ടോ ഞാൻ അശ്വിൻ ചേട്ടനെ നോക്കുന്നത് കണ്ടിട്ടോ എന്തോ ആ ചേച്ചി എന്നെ ദേഷ്യത്തോടെ നോക്കി.
ഞാൻ എൻ്റെ സീറ്റിലേക്ക് തന്നെ വന്നിരുന്നു. ആ ചേച്ചി ഒരു ആറ്റം ബോംബാ, ഭയങ്കര സാധനാ. നിനക്ക് പാട്ട് പാടാൻ അറിയാവുന്നതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ആ ചേച്ചി നിന്നെ കളിയാക്കിയേനെ. ഇവിടെ പല ജൂനിയേഴ്സിനും അവരെ തീരെ ഇഷ്ടമല്ല. കോളേജ് അവരുടേതാണെന്ന് അവരുടെ ഭാവം. അടുത്തിരുന്ന മായ എന്ന എൻ്റെ ക്ലാസ്സിലെ പെൺകുട്ടി പറഞ്ഞു. അത് കേട്ടതും ഞാൻ അവളെ ഒന്ന് നോക്കി. നിനക്കെങ്ങനെ അറിയാം? ഞാൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. ഇന്നലെ എന്നെ റാഗ് ചെയ്തിരുന്നു ഈ പിശാശ്. തിരുവാതിരയുടെ പാട്ടിട്ട് വന്നിട്ട് എന്നോട് ഡിസ്കോ ഡാൻസ് കളിക്കാൻ പറഞ്ഞു ആ സാധനം. എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെ കളിയാക്കി. അവൾ എന്നെ നോക്കി പറഞ്ഞു. എന്നിട്ട്? ഞാൻ സംശയത്തോടെ ചോദിച്ചു. എന്നിട്ടെന്താ? അപ്പോഴേക്കും ദേ ആ ചേട്ടൻ വന്നിട്ട് എന്നോട് ക്ലാസ്സിലേക്ക് പൊയ്ക്കോളാൻ പറഞ്ഞു. അവൾ അശ്വിൻ ചേട്ടനെ ചൂണ്ടിക്കാണിച്ചപ്പോൾ എൻ്റെ കണ്ണുകൾ വീണ്ടും ചേട്ടനിലേക്ക് പോയി. ആ ചേച്ചിയുടെ പേരറിയോ? ഞാൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. ഷെറിന്ന, അവൾ പറഞ്ഞു. ആ പേര് കണ്ടതും അശ്വിൻ ഞെട്ടിപ്പോയി. ഷെറിനോ? അവളെങ്ങനെ ഇതിനിടയിൽ? അപ്പോ അവൾക്കറിയായിരുന്നോ സിദ്ദിഖ് എന്നെ ഇഷ്ടമാണെന്ന്? അശ്വിൻ മനസ്സിൽ ചിന്തിച്ചു. അപ്പോ അവർക്ക് സിദ്ധിയുടെ മരണത്തിൽ എന്തെങ്കിലും പങ്ക് കാണുമോ? ഏയ് അതില്ലായിരിക്കും. ജസ്റ്റ് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് അങ്ങനെ പെരുമാറിയതാകും. എന്തായാലും ഈ കാര്യം അവളോട് ചോദിക്കണം, അവൻ മനസ്സിൽ ചിന്തിച്ചിരുന്നു. അവൻ അടുത്ത പേജ് മറിച്ചപ്പോഴേക്കും അവൻ്റെ ഫോൺ റിങ് ചെയ്തു. അവൻ ഡയറി അടച്ചു വെച്ചിട്ട് ഫോൺ എടുത്തു. അമ്മു ആയിരുന്നു കോളിൽ. അമ്മു മോളെ. അവൻ ഫോൺ എടുത്തിട്ട് അവളെ സ്നേഹത്തോടെ വിളിച്ചു. ഏട്ടാ, എന്തെടുക്കുമായിരുന്നു? അവൾ സ്നേഹത്തോടെ തിരികെ ചോദിച്ചു. ഒന്നുമില്ല മോളെ, കുളിച്ചിറങ്ങിയതേ ഉള്ളൂ. വെറുതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അവൻ തിരികെ പറഞ്ഞു. ചേട്ടായി, എനിക്ക് ചേട്ടായിയും പപ്പയും മമ്മിയൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നു. അവൾ വിഷമത്തോടെ അവനോട് പറഞ്ഞു. ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മമ്മോളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അവനും തിരികെ പറഞ്ഞു. ഇപ്പൊ തോന്നുക കല്യാണം കഴിക്കണ്ടായിരുന്നു എന്ന്. പ്രേമിച്ച് നടന്നാൽ മതിയായിരുന്നു ചേട്ടായി. ഈ കല്യാണം കഴിച്ച് വേറെ വീട്ടിലേക്ക് പോകുന്നത് ഭയങ്കര റിസ്ക്കാ ചേട്ടായി. അവൾ പറഞ്ഞതും അവൻ ചിരിച്ചു. മോളവിടെയായിട്ട് അഡ്ജസ്റ്റ് ആകാൻ കുറച്ച് സമയം എടുക്കും. അതെല്ലാ പെൺകുട്ടികളും അങ്ങനെ തന്നെയാ. അവർക്ക് അതിനൊരു പ്രത്യേക കഴിവുണ്ട്. ഇവിടെ മോൾ ആഗ്രഹിച്ച ആളിനെ തന്നെ വിവാഹം കഴിക്കാൻ പറ്റിയില്ലേ? എന്നാൽ ചില പെൺകുട്ടികൾക്ക് അവർ ആഗ്രഹിക്കുന്ന ആളിനെ വിവാഹം കഴിക്കാൻ സാധിക്കാതെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് അവർ പറയുന്ന ചെറുക്കനെ വിവാഹം കഴിച്ച് അവിടെ ചെന്ന് താമസിക്കേണ്ടി വരില്ലേ? അവർക്കാ ശരിക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരുന്നത്. അവൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അത് ശരിയാ ചേട്ടായി പറഞ്ഞത്. ഇവിടെ പിന്നെ എനിക്കൊരു സമാധാനമുള്ളത് എൻ്റെ അഭിയേട്ടൻ എൻ്റെ കൂടെയുണ്ടല്ലോ എന്നാ. അവൾ ചിരിച്ചു. മോൾ എന്തെടുക്കുമായിരുന്നു? അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. ഞാനും വെറുതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ചേട്ടായി ഒന്ന് വിളിക്കണമെന്ന് തോന്നി. മമ്മിയെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടായി റൂമിലാണെന്ന് മമ്മി പറഞ്ഞു. അതാ ചേട്ടായിയെ വിളിച്ചേ. വൈകിട്ട് ഞാനും അഭിയേട്ടനും കൂടി കടയിൽ പോയിരുന്നു. അപ്പോൾ അഭിയേട്ടൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു അവിടെ വെച്ച്. ഒരു റിനോഷ്. ആ ചേട്ടൻ പിന്നെ ഞങ്ങളുടെ ഒപ്പം ഇങ്ങോട്ടേക്ക് വന്നു. ആ ചേട്ടനും അഭിയേട്ടനും കൂടി ഇരുന്ന് സംസാരിക്കുക. മുത്തശ്ശി പിന്നെ മുറിയിൽ തന്നെ ആയിരിക്കും. പിന്നെ അടുക്കളയിൽ ജോലി ചെയ്യാനും മറ്റ് വേറെ ചേച്ചിമാരുണ്ട്. എനിക്കിവിടെ ജോലിയൊന്നുമില്ല. വെറുതെ ഇങ്ങനെ ഇരുന്നാൽ മാത്രം മതി. അവൾ ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. നിനക്കതാണോ ഇപ്പോൾ വിഷമം? സാധാരണ പെൺകുട്ടികൾക്ക് ജോലി ചെയ്യണമെന്ന് ഓർക്കുമ്പോഴാണ് വിഷമം. ഇവിടെ എല്ലാ സൗകര്യവും ഉണ്ടായിട്ട് ജോലി ചെയ്യേണ്ടെന്ന് ഓർത്തപ്പോഴാണോ എൻ്റെ അമ്മുക്കുട്ടിക്ക് വിഷമം വന്നത്? അവൻ തിരികെ അവളെ കളിയാക്കി. അങ്ങനെയല്ല ചേട്ടായി. ജോലി ചെയ്യുമ്പോൾ അത്രയും സമയം കൂടി പോവില്ലേ? പക്ഷേ ഇവിടെ എനിക്ക് സംസാരിക്കാൻ പോലും ആരുമില്ല. മുത്തശ്ശി എപ്പോഴും മുറിയിൽ തന്നെയല്ലേ? പിന്നെ അഭിയേട്ടൻ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ ആരോട് സംസാരിക്കും? എത്രയെന്ന് വെച്ചാൽ ഫോണിൽ മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്നേ. അപ്പം നീയും കൂടി അളിയൻ്റെ കൂടെ പുറത്ത് പോകണം. അപ്പം പ്രശ്നമില്ലല്ലോ. അവൻ വീണ്ടും ചോദിച്ചു. അങ്ങനെ പോയാലും എത്രയാന്ന് വെച്ചാൽ അഭിയേട്ടനോട് മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ. അമ്മയും സിദ്ധിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു കാണും. അല്ലേ ചേട്ടായി? പാവം അഭിയേട്ടൻ. അഭിയേട്ടൻ്റെ വിഷമം എന്താണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായേ. പെട്ടെന്നൊരു ദിവസം ആരും ഇല്ലാതെ വരിക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല ചേട്ടായി. നമുക്ക് ചുറ്റും നമ്മുടെ പപ്പയും മമ്മിയൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്കതിൻ്റെ വിഷമമൊന്നും അറിയാത്തത്. പക്ഷെ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ അറിയാം അതിൻ്റെ വേദന. തരുൺ ചേട്ടൻ കൂടി ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ അഭിയേട്ടൻ ഒരുപാട് തകർന്നു പോയേനെ. ഞാനിവിടെ വന്നിട്ട് ഒരു ദിവസം ആവുന്നേ ഉള്ളൂ. അപ്പോൾ തന്നെ എനിക്കിങ്ങനെ തോന്നിയെങ്കിൽ ഇത്രയും നാൾ ഒറ്റയ്ക്ക് ജീവിച്ച അഭിയേട്ടനെ സമ്മതിച്ചു കൊടുത്തല്ലേ പറ്റൂ. സിദ്ധിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും വിഷമം വരില്ലായിരുന്നു. അവൾ വിഷമത്തോട് അശ്വിനോട് പറഞ്ഞു. അത് കേട്ട് അശ്വിനും വിഷമമായി. ശരിയാ, നമുക്ക് ചുറ്റും എല്ലാവരും ഉള്ളപ്പോൾ നമുക്കതിൻ്റെ വേദന അറിയില്ല. ഒറ്റപ്പെടുന്നതിൻ്റെ വേദന അറിയണമെങ്കിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും തനിച്ചായി പോകണം. സിദ്ധിയുടെ ഡയറി കിട്ടിയ കാര്യം അമ്മുവിനോട് പറയണോ? വേണ്ട. അങ്ങനെ പറഞ്ഞാൽ സിദ്ധിക്ക് എന്നോട് ഇഷ്ടമുണ്ടായിരുന്നു എന്ന് അവളോട് പറയേണ്ടി വരും. മാത്രമല്ല, അളിയൻ അവളെ ആദ്യം സ്നേഹിച്ചത് അഭിനയമാണെന്ന് എനിക്ക് പറയേണ്ടി വരും. അതെൻ്റെ അമ്മുവിന് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. ഒന്നും പറയണ്ട, അവൻ മനസ്സിൽ ചിന്തിച്ചിരുന്നു. അത് മോളെ, ഇപ്പം അളിയന് നീ കൂട്ടുണ്ടല്ലോ. അപ്പോൾ ആ വേദനയൊക്കെ നിന്റെ സ്നേഹത്തിലും കരുതലിലും അളിയനങ്ങ് മറന്നോളും. അശ്വിൻ അവളെ സമാധാനപ്പെടുത്തി. അതേ ചേട്ടായി, ഞാൻ സ്നേഹിക്കും. അവരൊക്കെ കൊടുത്തതിൻ്റെ 100 ഇരട്ടി സ്നേഹം ഞാൻ എൻ്റെ അഭിയേട്ടന് കൊടുക്കും. ഒരിക്കലും ഞാൻ എൻ്റെ അഭിയേട്ടനെ വേദനിപ്പിക്കില്ല. എനിക്കതിന് കഴിയില്ല. കാരണം ഏട്ടൻ എന്നെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട്. അത്രത്തോളം എന്നെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹം എനിക്ക് തിരിച്ചു കൊടുക്കണം. അവളും ചിരിച്ചുകൊണ്ട് അശ്വിനോട് മറുപടി പറഞ്ഞു.
അവൾക്ക് എത്രമാത്രം അവനോട് സ്നേഹവും വിശ്വാസവും ഒക്കെ ഉണ്ടെന്ന് അവളുടെ സംസാരത്തിൽ നിന്നും അവന് മനസ്സിലായി. ഇതൊരിക്കലും മാറല്ലേ എന്ന് അവൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു. ആദ്യം ഇതൊക്കെ കേട്ടപ്പോൾ തനിക്ക് നല്ലതുപോലെ ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സിദ്ധിയുടെ ഡയറി വായിക്കുമ്പോൾ ചെറുതായിട്ട് അളിയനോട് ദേഷ്യം കുറയുന്നുണ്ട്. കാരണം അവൾ തന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് ഈ ഡയറിയിൽ വ്യക്തമാണ്. ഇതൊക്കെ എന്തായാലും അവൾ അവനോട് പറഞ്ഞിട്ടുണ്ടാകണം. അതിൻ്റെ കൂടെ അവളുടെ മരണശേഷം ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്നതിൽ നിന്നും ആരോ പറഞ്ഞെന്നല്ലേ അളിയൻ പറഞ്ഞത്. അതൊക്കെ കേൾക്കുമ്പോൾ എന്തായാലും തെറ്റിദ്ധരിച്ചു പോകും. അവൻ മനസ്സിൽ ചിന്തിച്ചു. എന്തായാലും ആദ്യം വാശിക്ക് സ്നേഹിച്ചതാണെങ്കിലും ഇപ്പോൾ അവനെ അമ്മു എന്ന് വെച്ചാൽ ജീവനാണെന്ന് അശ്വിൻ അറിയാമായിരുന്നു. ചേട്ടായി, അവൻ്റെ അനക്കമൊന്നും ഇല്ലാഞ്ഞതും അവൾ വിളിച്ചു. എന്താ മോളെ? അവൻ സംശയത്തോട് ചോദിച്ചു. ഞാനിപ്പോൾ വിചാരിക്കായിരുന്നു ചേട്ടായി, സിദ്ധി ഉണ്ടായിരുന്നെങ്കിൽ അവളെ ചേട്ടായിയെ കൊണ്ട് കെട്ടിക്കായിരുന്നു. അപ്പോൾ നല്ല രസമായിരുന്നു കാണും അല്ലേ? ഞാൻ അവിയേട്ടൻ്റെ ഭാര്യയും അവിയേട്ടൻ്റെ പെങ്ങളെൻ്റെ ചേട്ടായിയുടെ ഭാര്യയും. അവൾ ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞതും അവൻ ഞെട്ടിപ്പോയി. എന്താ? അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. ആ, എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ തോന്നി. അതുകൊണ്ട് ഞാനതങ്ങ് ചേട്ടായിയോട് പറഞ്ഞതാ. അവള് അവനോട് പറഞ്ഞതും അവൻ അത് കേട്ട് ഒന്ന് മൂളി. എന്നാലും ചേട്ടായി, ആരായിരിക്കും അവളെ അങ്ങനെ? അവിയേട്ടൻ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ അവൾ വെറൊരു പാവമായിരുന്നു. അവളെ എന്തിനായിരിക്കും അയാൾ ചതിച്ചത്? എനിക്കറിയില്ല, അവൾ വിഷമത്തോടെ പറഞ്ഞു. അറിയില്ല മോളെ, പക്ഷേ അവളെ ഇല്ലാതാക്കിയവനെ ഉടനെ കണ്ടെത്തുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്നല്ലേ പറയുന്നത്. ആ സ്ഥിതിക്ക് അവൻ അധികകാലം ഒളിച്ചിരിക്കാൻ ഇനി കഴിയില്ല. അവൻ അമ്മുവിനോട് പറഞ്ഞു. അതെ, സത്യം എന്തായാലും പുറത്തു വരും. അവളും തിരികെ പറഞ്ഞിരുന്നു. അമ്മു. അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് താഴെ നിന്നും സിദ്ധു വിളിച്ചത്. അവൾ അശ്വിനോട് പറഞ്ഞിട്ട് ഫോൺ വെച്ചു. പിന്നെ താഴേക്ക് ചെന്നു. അവൾ താഴേക്ക് ചെന്നതും റിനോഷ് പോകാനായി ഇറങ്ങുകയായിരുന്നു. പോട്ടെ അമ്മു. അവൻ അവളെ നോക്കി യാത്ര ചോദിച്ചതും അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി. സിദ്ധുവിനോട് ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞിട്ട് അവൻ ഇറങ്ങി. അമ്മു സിദ്ധുവിൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്നു. അവൻ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവൻ്റെ കാർ ഗേറ്റ് കടന്നു പോകുമ്പോൾ കണ്ണാടിയിൽ കൂടി ആ കാഴ്ച കണ്ട അവൻ്റെ ചുണ്ടിൽ പുച്ഛച്ചിരി വിടർന്നു.